Hello guys, in this video I am going to Nubia Red Magic 3 എന്നൊരു മൊബൈൽ ഫോണിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആയിട്ടാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഏപ്രിലാണ് ചൈന ലോഞ്ച് ചെയ്തത്. ഇതൊരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് എല്ലാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ലോകത്തിലെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള എയർ കൂളിംഗ് ഫാൻ ഉള്ളത് ഈ ഒരു സ്മാർട്ട് ഫോണിലാണ്. ഇൻബിൽറ്റ് ആയിട്ടൊരു ഫാനുള്ള സ്മാർട്ട് ഫോണാണിത്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ 8K റെക്കോർഡിംഗ് വരെ ഇതിൽ സാധ്യമാണ്. കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളും അറിയാൻ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലേക്ക് കൂടി ഇനേബിൾ ചെയ്ത് വെക്കാം. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സ്ക്രീൻ സൈസ് വരുന്നത് 6.65 ഇഞ്ച് HD+ അമോൾഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്മൂത്തും അതേപോലെ തന്നെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ഒരു പ്രൊസസ്സറിനെ പറ്റി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നൊരു സ്നാപ്ഡ്രാഗൺ 855 പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയുന്ന സമയത്ത് ഇതിൻ്റെ ബാക്കിൽ ഒരു 48 MB ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സെൻസർ എന്നത് സോണി IMX580 എന്നൊരു സെൻസറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അപ്പർച്ചർ വരുന്നത് 1.7 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 8K റെക്കോർഡിംഗ് സാധ്യമാക്കുന്ന ഒരു ക്യാമറ ആൻഡ് സെറ്റപ്പാണ് ബാക്കിൽ വരുന്നത്. പ്രോ മോഡ് അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു 16 MB ക്യാമറയാണ് ലഭിക്കുന്നത്. ഈ ഒരു 16 MB ക്യാമറയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പ്രശ്നമുള്ളതെന്ന് പറയുന്നത് പ്രോ മോഡ് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ അവൈലബിൾ ആയിരിക്കത്തില്ല. പക്ഷേ ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ക്യാമറ പെർഫോമൻസ് ആയിരിക്കും ഇതിൽ നിന്നും ലഭിക്കുന്നത്. മറ്റൊരു കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററിയാണ്. ബാറ്ററി എന്ന് പറയുന്നത് ഏകദേശം 5000 mAh ബാറ്ററിയാണ് നമുക്കിത് ലഭിക്കുന്നത്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങോട് കൂടിയ ഒരു ബാറ്ററിയാണ് നമുക്ക് ലഭിക്കുന്നത്. അവർ അവകാശപ്പെടുന്നത് 10 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മണിക്കൂർ ഗെയിം പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ബാറ്ററിയിലൂടെ. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രത്യേകത ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൈഡിലായിട്ട് ഇതിന് 2 സൈഡിലായിട്ടും 2 ബട്ടൺസും അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിലുള്ള നമ്മുടെ ഫിംഗർ പ്രിൻറ്റിന് യൂസ് ചെയ്യുന്ന ആ ഒരു പോർഷനും നിങ്ങൾക്ക് ഇതിൽ ട്രിഗറായിട്ട് യൂസ് ചെയ്യാം. പല ഗെയിംസിലും യൂസ് ചെയ്യുന്ന ട്രിഗേഴ്സായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ട്രിഗേഴ്സായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ പറയുന്ന സമയത്ത് വളരെയധികം പ്രീമിയം ലുക്കുള്ള ഒരു ബോഡിയാണ് ഇതിൽ വരുന്നത്. ബോഡിയിലെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു റെഡ് ബട്ടൺ കാണാൻ സാധിക്കും. ആ ഒരു റെഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഗെയിമിംഗ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. 1 ക്ലിക്ക് ഗെയിമിംഗ് മോഡിലേക്ക് ചേഞ്ച് ചെയ്യും. അടുത്ത ക്ലിക്ക് ആ ഗെയിമിംഗ് മോഡിൽ നിന്ന് തിരിച്ച് നോർമൽ മോഡിലേക്ക് വരും. അത് വളരെയധികം അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഫീച്ചറാണ്. പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്നത് ആൻഡ്രോയിഡ് പൈയിലായിരിക്കും. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിങ്ങൾക്ക് 2 സ്റ്റീരിയോ സ്പീക്കർ തരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് 3D സൗണ്ട് സപ്പോർട്ടഡ് ആണെന്ന് പറയുന്നത് ഈ ഒരു സ്പീക്കറിൽ. മെമ്മറി ഓപ്ഷൻസ് വരുന്നത് 64 GB അതേപോലെ തന്നെ 128 GB 256 GB ആണ് മെമ്മറി ഓപ്ഷൻസ് വരുന്നത്. റാമിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 6 GB 8 GB 12 GB വേരിയൻസ് ആണ്. നിങ്ങൾക്ക് എക്സ്പാൻഡബിൾ മെമ്മറി ആഡ് ചെയ്യാൻ പറ്റത്തില്ല. മെമ്മറി കാർഡ് നിങ്ങൾക്ക് ഇടാൻ സാധിക്കത്തില്ല. 2 നാനോ സിമ്മാണ് ഇതിൽ വരുന്നത്. അപ്പം ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്നലെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. ഗെയിമേഴ്സിന് ഏറ്റവും അടിപൊളി ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഇതിൻ്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഏകദേശം 30,000 രൂപ റേഞ്ചിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്ത് വെക്കുക.